the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. Green and yellow jersey. Kerala Kaumudi A team. ചെയ്യപ്പെടുന്നു. ശ്രീ പന്നിൻ രവീന്ദ്രൻ, ശ്രീ ചന്ദ്രാനൻ, ശ്രീ സാനു, രാധാകൃഷ്ണൻ, ശങ്കർ ആൻഡ് രാജേഷ്. ഫൈനൽ പോരാട്ടത്തിന് അല്പസമയത്തിനകം കിക്ക് ഓഫ്. ടീം അംഗങ്ങളെ പരിചയപ്പെടുന്നു. ശ്രീ പന്നിൻ രവീന്ദ്രൻ, ജേഴ്സി നമ്പർ 23 അമൃത മുസാഫർ, 5 രഞ്ജിത്ത്, 7 കൃഷ്ണ, 8 സന്തോഷ്, 23 goalkeeper Sukesh, 29 Rajesh, 18 Anandu, 2 Chandra Jose, 10 Sujitran and 77 MS Arun. Kerala Kaumudi Kovalam Sadish Kumar, jersey number 10 captain, Jay Kumar 7, Aravind SG 5, Anish SS 2, Anish Chandran 9, Amal Prakash 10, Abin 11, Govilas Pal goalkeeper, Anandu jersey number 4 and Nisha. Thank you Sri Pannir Ravindran. Thank you Press Club officials. Here we go, the final, the mega final. Chandrasekharan Nag PDP Maidan. ഈ മീഡിയ ഫുട്ബോൾ ലീഗിന്റെ വിജയത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ്. Kick off the mega final. Amrita versus Kerala Kaumudi. Santoshinte Santosh. Kerala Kaumudi Aravind. Amrita അനുകൂലമായ ത്രോയിൻ. രാജേഷ്. Anandu, Anish, Kolam Sadish, goalkeeper Sukesh, Rajesh, സന്തോഷ്. അവിടെ അരവിന്ദിന്റെ ഇടപെടൽ അനീഷ് ചന്ദ്രനിലേക്ക്. കോവളം അനീഷ്, രണ്ടാം നമ്പർ താരം അനീഷ് കേരള കൗമുദിയുടെ പ്ലേ മേക്കറാണ്. അമലിലേക്ക്, വീണ്ടും അനീഷിലേക്ക്. അനീഷ്, അരവിന്ദ്. അവിടെ ആ ആശയക്കുഴപ്പത്തെ കൃത്യമായി മുതലെടുത്ത് സന്തോഷ് പന്ത് തട്ടിയെടുക്കുന്നു. പക്ഷേ ദുർബലമായ ഷോട്ട് ഗോൾ പോസ്റ്റിലേക്ക്. അരവിന്ദ് ജേഴ്സി നമ്പർ 5. സെമി ഫൈനലിൽ കേരള കൗമുദിയുടെ ആദ്യ ഗോൾ നേടിയത് അരവിന്ദായിരുന്നു. രാജേഷ്, സന്തോഷ്,
അനീഷ് അനന്തുവിന്റെ മുന്നേറ്റമാണ്. അനീഷ് ആ പന്ത് അമലിന് കൈമാറാനുള്ള ശ്രമം. അവിടെ അനന്തുവിന് ആ നീക്കം കേരള കൗമുദിയുടെ പ്രതിരോധ നിര തകർക്കുന്നു. 2-ാം നമ്പർ രാജേഷ്. അരവിന്ദ്. ആനന്ദു. കോവളം സതീഷ്. സതീഷിൽ നിന്ന് സന്തോഷിന്റെ മുന്നേറ്റത്തിലുള്ള ശ്രമം. അരവിന്ദ് ത്രോയിൻ വഴങ്ങി അപകടം ഒഴിവാക്കുന്നു. സന്തോഷ്. കൃഷ്ണചന്ദ്രൻ. ത്രോയിൻ അമൃതയ്ക്ക് അനുകൂലമായി ത്രോയിൻ. ആനന്ദു. അമൃതയുടെ മികച്ച മുന്നേറ്റ നിര താരം ക്ലിയർ ചെയ്യുന്നു കേരള കൗമുദിയുടെ പ്രതിരോധ നിര. മുസാഫർ. കൃഷ്ണചന്ദ്രൻ. ആനന്ദു. സന്തോഷ്. പോസ്റ്റിലേക്ക് സന്തോഷിന്റെ ഒരു ശ്രമം. അമലിലേക്ക്. അമൽ. അനീഷിന്റെ മുന്നേറ്റം. അമൽ. രാജേഷ്. അമൽ പ്രകാശ് കേരള കൗമുദിയുടെ ഗോൾ കീപ്പർ. അനീഷ്. അനന്തു. കേരള കൗമുദിയുടെ ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിരിക്കുന്നു. കോവളം സതീഷിന് പകരം ജയകുമാർ. കേരള കൗമുദിയുടെ മുന്നേറ്റ നിരയിലെ ശ്രദ്ധേയ താരമായ ജയകുമാർ. അരവിന്ദ്. ഗുഡ് ക്രോസ്. അരവിന്ദ് അമലിനെ ലക്ഷ്യമാക്കി നൽകിയ ക്രോസ് അമലിനത് കണക്ട് ചെയ്യാനാകുന്നില്ല. അമൃതയുടെ പ്രത്യാക്രമണം. അനന്തു അത് നേടിയെടുക്കുന്നു. അമൽ. അനീഷ്. അമൽ. അനീഷ്. കേരള കൗമുദിയുടെ ഒരു മുന്നേറ്റം ഇവിടെ കൃത്യമായി. കേരള കൗമുദിക്ക് വേണ്ടി ജയകുമാർ. It's offside. അവിടെ ഓഫ്സൈഡ് വിളിക്കുന്നു റഫറി. ആദ്യ പകുതി തുടരുന്നു. ഇതുവരെ ഇരു ടീമുകളും മനോഹരമായ ഒരു ശ്രമം. അത് ഓഫ്സൈഡിൽ കലാശിക്കുന്നു. ഏതായാലും ആവേശം കത്തിക്കയറി തുടങ്ങുകയാണ് ജോയ്. അക്കാര്യത്തിൽ സംശയമില്ല. വീണ്ടും ഓഫ്സൈഡ് വിളിക്കുന്നതോടെ ഈ ഫൈനലിൽ നമ്മൾ കാണുന്നത് അനീഷ് ചന്ദ്രൻ, ജേഴ്സി നമ്പർ 9. ആനന്ദു 4. അനീഷ് ചന്ദ്രനിലേക്ക് കൃഷ്ണചന്ദ്രൻ. മനോഹരമായ ഒരു കഴിഞ്ഞ സെമിഫൈനലിൽ ദേശാഭിമാനിയുമായുള്ള മത്സരത്തിൽ അമൃതയ്ക്ക് വേണ്ടി ആദ്യം ഗോൾ അടിച്ചത് കൃഷ്ണചന്ദ്രനായിരുന്നു. കൃഷ്ണചന്ദ്രന്റെ ഒരു മനോഹരമായ അറ്റംപ്റ്റ്.
അരവിന്ദ്, ജയകുമാർ, വീണ്ടും അരവിന്ദ്, ആനന്ദു, അമൽ, ജയകുമാർ. വീണ്ടും ഒരു ഹെഡറിനുള്ള സൈഡ്. ജയകുമാർ, അനീഷ്, ജയകുമാർ, പ്രതിരോധ നിരയിലെ കേരള കൗമുദിയുടെ നെടുങ്കോട്ട അനീഷ്, ജേഴ്സി നമ്പർ 9 മുസാഫർ. അമൃതയ്ക്ക് വേണ്ടി മുസാഫറിന്റെ മുന്നേറ്റം. പ്രതിരോധ നിരയിലെ വിശ്വസ്തൻ ജയകുമാർ, അനീഷ്, അനന്തു, അനീഷ്, അനന്തു, അനീഷ് ചന്ദ്രൻ, അരവിന്ദ്, സന്തോഷ്. യെസ്, അവിടെ അരവിന്ദിന്റെ കൃത്യമായ ഇടപെടൽ. സന്തോഷ്, കൃഷ്ണചന്ദ്രന് ഒരു ഷോട്ടിനുള്ള അവസരം, പക്ഷേ അവിടെയും അനീഷിന്റെ ഇടപെടൽ. ആനന്ദു, അനീഷ്, അമലിനെ ലക്ഷ്യമാക്കിയുള്ള പാസ്. അനീഷ്, അമൽ, അമലിന്റെ റൺ. ആ ക്രോസ് കൃത്യമായി ജയകുമാറുടെ ക്രോസ് കാത്ത് അവിടേക്ക് ഓടിയെത്തിയിരുന്നു. പക്ഷേ അമലിന്റെ ഒരു നേരിട്ടുള്ള ഷോട്ടിനുള്ള ശ്രമം പാഴാകുന്നു. അനന്തു, കൃഷ്ണചന്ദ്രൻ, അനന്തുവിലേക്ക് അനീഷ്, അരവിന്ദ്, അരവിന്ദിന്റെ മുന്നേറ്റം. അമൃതയുടെ കോട്ടയിൽ തട്ടി തെറിക്കുകയാണ് ആ കിക്ക്. ആനന്ദു, ജേഴ്സി നമ്പർ 4 കേരള കൗമുദി. ആദ്യ പകുതിയിലെ വാശിയേറിയ പോരാട്ടം തുടരുമ്പോൾ ഇരു ടീമുകളും ആദ്യ ഗോൾ പിറക്കുന്നു. കേരള കൗമുദി അമലിന്റെ ഗോളിൽ കേരള കൗമുദി നേടിയിരുന്നു 1-0. അമലിന്റെ ബൂട്ടിൽ നിന്ന് തന്നെ ഫൈനലിലെ ആദ്യ ഗോൾ പിറക്കുന്നു. കേരള കൗമുദിയുടെ നല്ല ഒരു മനോഹരമായ ഷോട്ടായിരുന്നു. അല്പം പ്രയാസപ്പെട്ടാണത് കേരള കൗമുദിയുടെ ഗോളിക്ക് ക്ലിയർ ചെയ്യാനായത്. രാജേഷ്, അനന്തു, സന്തോഷ്, സന്തോഷിന്റെ മുന്നേറ്റം. അനന്തു സന്തോഷ് കോമ്പിനേഷൻ ഈ ഗോളി ക്ലിയർ ചെയ്യുന്നു. കേരള കൗമുദിയുടെ ഗോൾ കീപ്പർ അമൽ ഗോകുൽ എസ്പാൻ. രാജേഷ്, രഞ്ജിത്ത്, അത് ഒരു മിസ് പാസ്. അവിടെ അരവിന്ദിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ. അമലിലേക്ക് ജയകുമാർ. 20 മിനിറ്റ് വീതമുള്ള 2 പകുതികളിലായാണ് ഫൈനൽ മത്സരം അരങ്ങേറുന്നത്. ആദ്യ പകുതിയിൽ അമൽ നേടിയ ഗോളിൽ കേരള കൗമുദി മുന്നിലാണ്. കഴിഞ്ഞ വർഷം ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കപ്പ് നഷ്ടമായ കേരള കൗമുദി ഇത്തവണ ഫൈനലിൽ ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിൽ നിൽക്കുന്നു. അമൽ, അരവിന്ദ് നടന്നു വരുന്നു. വീണ്ടും അമൽ ജയകുമാറിലേക്ക് നൽകാനുള്ള ശ്രമം. പക്ഷെ അവിടെ അമൃതയുടെ പ്രതിരോധ നിര അനീഷിന്റെ ഈ സമയത്ത് ഇനിയിപ്പോൾ തിരിച്ചടിക്കാനുള്ള ഒരു ഇത് മെന്റാലിറ്റി നിൽക്കണം. ഒന്നുകിൽ രണ്ടാമത്തെ ഗോൾ കയറും, അല്ലെങ്കിൽ തിരിച്ചടിക്കും. സന്തോഷിന്റെ കൃത്യമായൊരു മുന്നേറ്റം, പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ കഴിയുന്നില്ല.
ത്രോയായി കലാശിക്കുന്നു കേരള കൗമുദി. പ്രശ്നമാണ്. വീണ്ടും സന്തോഷിലേക്ക് അനന്തുമാണ് പ്രശ്നം. ക്രോസ്, പക്ഷേ അത് ഡിഫൻസ് കൃത്യമായി ബോൾ കിട്ടാത്ത ഇടപെട്ട് അമൃത വേഴ്സസ് കേരള കൗമുദി. വീണ്ടും ഗോൾ, വീണ്ടും ഗോൾ, ലീഡ് ഉയർത്തുന്നു കേരള കൗമുദി. ജയകുമാർ അല്ല ഇനി 2-0 മെഗാ ഫൈനൽ കളിക്കാൻ തുടരുന്നു. ആദ്യ പകുതിയിൽ 2 ഗോളിന്റെ വ്യക്തമായ ലീഡ് നേടി കേരള കൗമുദി ഫൈനലിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അനന്തു 4 നമ്പർ താരം കേരള കൗമുദിയുടെ. അനീഷ് ചന്ദ്രൻ ജേഴ്സി നമ്പർ 9. അനന്തു അനീഷിലേക്ക്. കേരളം കണ്ട, ഇന്ത്യ കണ്ട മികച്ച ഒരു പിടി താരങ്ങളുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ എന്നും കൺകുളിർക്കെ കണ്ടിട്ടുള്ള മികച്ച ഫുട്ബോൾ ചാരുത കാഴ്ചവെച്ചിട്ടുള്ള ഒരു പിടി താരങ്ങൾ വീണ്ടും നമ്മുടെ മുന്നിൽ പന്ത് തട്ടാൻ തുടങ്ങുന്നു. നമുക്ക് കാണാം ആ മനോഹര കാഴ്ച വീണ്ടും ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ. ഇപ്പോൾ ഈ മൈതാനത്ത് തുടരുന്നു ഫൈനൽ മത്സരം. കേരള കൗമുദിയും അമൃത ടിവിയും തമ്മിലുള്ള ഫൈനൽ മത്സരം. 2-0 എന്ന സ്കോറിന് മത്സരം പുരോഗമിക്കുന്നു. കേരള കൗമുദി 2 അമൃത 0. നോക്കൂ ജോയ്, ഈ ടൂർണമെന്റിലുടനീളം 23 ഗോളുകളാണ് ഈ ഫൈനലിൽ എത്തുന്നതിന് മുമ്പ് കേരള കൗമുദി അടിച്ചു കൂട്ടിയത്. 25 ഇപ്പോൾ 25. സെമി ഫൈനൽ വരെ 23 ഗോളുകൾ നേടിയ ഒരു ടീം. ഒറ്റ ഗോൾ പോലും വഴങ്ങിയിട്ടുമില്ല. അതിൽ ആ ഗോളിൽ ഏറെയും അമലിന്റെയും ജയകുമാറിന്റെയും വീട്ടുകളിൽ നിന്നായിരുന്നു. ഒപ്പം കേരള കൗമുദി 3. ജയകുമാറിന്റെ രണ്ടാമത്തെ ഗോളാണ്. ജയകുമാറിന്റെ ഈ ഫൈനൽ മത്സരത്തിലെ രണ്ടാമത്തെ ഗോൾ ഉറപ്പിക്കുകയാണ്. 3 ഗോളുകൾ ഇതിനകം ആദ്യ പകുതി പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ നേടിക്കഴിഞ്ഞു. IM വിജയന്റെയും ജോപോൾ അഞ്ചേരിയുടെയും ടീമുകളിൽ IM വിജയനോടൊപ്പം യു ഷറഫ് അലി, കുരികേഷ് മാത്യു, KT ചാക്കോ, PP തോബിയാസ്, ഗണേഷ്, മാത്യു വർഗീസ്, അലക്സ് എബ്രഹാം, അബ്ദുൾ റഷീദ് ആൻഡ് സുരേഷ് കാസർകോട്. ജോപോൾ അഞ്ചേരിക്കൊപ്പം അണിനിരക്കുന്നു ജിജു ജേക്കബ്, അപ്പുകുട്ടൻ, VP ഷാജി, ഇഗ്നേഷ്യസ്, സുരേഷ് കുമാർ. പ്ലെയർക്ക് എത്രയോ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച, ആവേശം കൊള്ളിച്ച, മൈതാനങ്ങളെ തീപിടിപ്പിച്ച ആ മലയാളത്തിന്റെ അഭിമാന താരങ്ങൾ IM വിജയന്റെ നേതൃത്വത്തിലും ജോപോൾ അഞ്ചേരിയുടെ നേതൃത്വത്തിലും കളത്തിലിറങ്ങുന്നു. ആദ്യ പകുതി പൂർത്തിയാകുമ്പോൾ 3-0 എന്ന വ്യക്തമായ ലീഡോടുകൂടി കേരള കൗമുദി മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഇനിയുമുണ്ട് 20 മിനിറ്റ്. ഫലം ഏത് തരത്തിൽ വേണമെങ്കിലും മാറി പറയാം. 3-0 എന്ന നിലയിൽ മുന്നിട്ട് നിൽക്കുന്നു കേരള കൗമുദി. 3-0. വേറെ പുറത്തു നിന്നുള്ളവർ കൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ പിന്നിൽ ഒരുപാട് പേർ, നമ്മുടെ വിശിഷ്ടാതിഥികൾ അടക്കം ഈ മത്സരം കാണുന്നതിനായുണ്ട്. അവർക്കത് കാണാനുള്ള സൗകര്യവും കൂടി ഒരുക്കി കൊടുക്കണം. അനന്തു ജേഴ്സി നമ്പർ 4. അനീഷ്, അനന്തു, അനീഷ് അനന്തുവിലേക്ക്. അമൽ, അനന്തുവിലേക്ക് അമലിന്റെ പാസ്. അമൃതയുടെ മുന്നേറ്റം.
അനീഷ്, കാലുപൊങ്ങല്ലേ അനീഷ്, ജയകുമാർ, സുജിത്രൻ, അനീഷ്, അനന്തു, അരവിന്ദ്, അമലിന് നൽകാനുള്ള ശ്രമം, പക്ഷേ അവിടെ കണക്ട് ചെയ്യാനാകുന്നില്ല. അനന്തു, അനീഷ്, മിസ് പാസ്, പക്ഷേ അത് തിരികെ നേടുന്നു അനീഷ്. അനീഷിന്റെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റം. ഓഫ് സൈഡ്. ജേഴ്സി നമ്പർ 7. അമലിന് പന്തിലേക്ക് എത്താനാകുന്നില്ല. ഒരു ലോങ് റണ്ണായിരുന്നു ആ പന്തിന് വേണ്ടി. അരവിന്ദ്, ജയകുമാർ, ഒരു ലോങ് ഷോട്ടിനുള്ള ശ്രമം വളരെ അകലെ കൂടിയാണത് പുറത്തേക്ക് പോയത്. ഗോൾ കീപ്പർ അമൃതയുടെ ഗോൾ കീപ്പർ സുകേഷ്. അമൽ, അമൃതയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. 2ാം നമ്പർ താരം ചന്ദ്രജോസ് കളത്തിൽ. അരവിന്ദ്, ജയകുമാർ, 2 goals, അമൽ 1 goal. 3-0. കൃഷ്ണചന്ദ്രൻ, അനീഷ്, അമൽ, അനീഷ്, അനീഷ്. എല്ലാ മത്സരത്തിലും കേരള കൗമുദി ഈ ടൂർണമെന്റിൽ കളിച്ച എല്ലാ മത്സരത്തിലും ഇതുപോലൊരു ഷോട്ട് അനീഷിന്റേതുണ്ടായിരുന്നു. MFL 2023 കിംസ് ഹെൽത്ത് ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്റർമീഡിയ ഫുട്ബോൾ ലീഗിന്റെ ഫൈനൽ പോരാട്ടം. കേരളത്തിന്റെ അഭിമാന താരങ്ങളായിരുന്നവരെ സാക്ഷി നിർത്തി കേരള കൗമുദിയുടെ 4 മിന്നുന്ന ഗോളുകൾ. അരവിന്ദ്, അനീഷ് ചന്ദ്രൻ, രാജേഷിന്റെ രഞ്ജിത്ത്, 5ാം നമ്പർ താരം രഞ്ജിത്ത്. താരം നമ്മളോടൊപ്പം പറയുന്നത് ഞങ്ങൾ വിറപ്പിച്ച ടീമാണ് ഫൈനലിൽ ഇപ്പോൾ 4 ഗോൾ അടിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ്. അല്ല, അത് വെറുതെ പറയുന്നതല്ല. കാരണം ഈ ടൂർണമെന്റിലെ ആദ്യ മത്സരം കേരള കൗമുദി കളിച്ചത് ജയ്ഹിന്ദുമായിട്ടായിരുന്നു. സ്കോർ നിലയായിരുന്നു. കേരള കൗമുദിയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകെട്ടി. അതിനുശേഷം കേരള കൗമുദിയുടെ പടയോട്ടമായിരുന്നു. ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം 5ഉം 6ഉം 8ഉം ഗോളും ഒക്കെ നേടിയാണ് കേരള കൗമുദി ജയിച്ചത്. അപ്പോൾ ഈ ഫൈനലിൽ പോലും ഈ അവസരത്തിൽ 2ാം പകുതി പുരോഗമിക്കുമ്പോൾ 4-0 എന്ന സ്കോർ നില ഉണ്ടാകുന്നു. എന്തായാലും കേരള കൗമുദി ഓരോ മത്സരം കഴിയുന്തോറും മെച്ചപ്പെട്ടു വന്നു എന്ന് തെളിയിക്കുന്നതാണ് അവർ ഓരോ മത്സരത്തിലും നേടിയ ഗോൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 27 ഗോളുകൾ, ഈ ഫൈനലിലെ ഈ 4 ഗോളുകളടക്കം 27 ഗോളുകൾ അടിച്ചുകൂട്ടി കേരള കൗമുദിയുടെ താരങ്ങൾ. ഒറ്റ ഗോൾ പോലും വഴങ്ങിയിട്ടില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്.
അനീഷ്, അരവിന്ദ്, അമൽ, ജയപ്രകാശ്, ജയകുമാർ, ഈ 4 പേരുടെയും മികവാർന്ന പ്രകടനം. അനീഷിന്റെ മറ്റൊരു മുന്നേറ്റം ആനന്ദുവിലേക്ക്. ആനന്ദുവിന്റെ ഒരു ഗ്രൗണ്ടർ. ഈ മത്സരം കഴിഞ്ഞാലുടൻ അവരുടെ ആവേശ പോരാട്ടത്തിന് തുടക്കമാകും. രാജേഷ്, ജേഴ്സി നമ്പർ 99 അമൃതയുടെ രാജേഷിന്റെ മുന്നേറ്റമാണ്. രഞ്ജിത്ത്, രാജേഷ്, ആനന്ദു, yes, well saved, Gogul Espal. ജയകുമാറിന്റെ 2 ഗോളുകൾ, അമലും അനീഷും നേടിയ ഓരോ ഗോളുകൾ. അങ്ങനെ 4 ഗോളുകൾ. ആദ്യ പകുതിയിൽ 3, രണ്ടാം പകുതിയിൽ 1 ഗോൾ. അനീഷ്, അനന്തു, അനീഷ്, പിന്നെ എവിടെ പോയി അനന്തു. അനന്തു, സന്തോഷ്, അനീഷ്, അനന്തു, അനീഷ്, അനീഷ് ചന്ദ്രൻ, അനീഷ്, രാജേഷ്, ജേഴ്സി നമ്പർ 99, കോവളം ക്യാപ്റ്റൻ. എന്തെങ്കിലും ചെയ്യും. അനീഷ്, ഒരു ഗോൾ അടിക്കും. ഈ ഗോൾ അടിക്കുന്നില്ല. അനന്തു, അനീഷ് ചന്ദ്രൻ, അനന്തു, ഓഫ്സൈഡ്. അയ്യോ, ആളില്ല. കേരള കൗമുദിയുടെ മുന്നേറ്റം. അനീഷിന് അത് ഷൂട്ട് ചെയ്യാനുള്ള അവസരം നൽകാതെ അവിടെ സുജിത്രന്റെ ഇടപെടലുണ്ടായി. 4-0. ജോയ് 4-0. ഫൈനൽ പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അമൃതയുടെ കോവളത്തിന്റെ പോസ്റ്റിലേക്കുള്ള ഒരു ഷോട്ട്. അമൃതയുടെ ഗോളി സുകേഷ് അത് ഈസിയായി ക്ലിയർ ചെയ്യുന്നു. രാജേഷ്, ജേഴ്സി നമ്പർ 99. വെൽ ഷോട്ട് രാജേഷ്, വെരി ഗുഡ് ഷോട്ട്, ഗുഡ് ഷോട്ട്. അറ്റ് അഗൈൻ കേരള കൗമുദിയുടെ ഗോളി ഗോകുൽ എസ്പാൽ. ഗോകുലിന്റെ സമർത്ഥമായ ഇടപെടൽ. ചന്ദ്ര ജോസ്, 5 മിനിറ്റേ ഉള്ളൂ. കൃഷ്ണചന്ദ്രൻ, ഒരെണ്ണം കയറ്റി. ഒരെണ്ണം കയറ്റി. അവിടെ അനന്തുവിന്റെ ബ്ലോക്ക്. രാജേഷ്, അനന്തു, സന്തോഷ്, ഗോളി അനീഷ്. മറ്റൊരു സുചിത്ര. രാജേഷ്, കേരള കൗമുദി. അനീഷ് ചന്ദ്രൻ, കോവളം. ഗോകുലത ചെയ്യുന്നു.
സുകേഷ്. കൃഷ്ണചന്ദ്രൻ കോളത്തിന്റെ ഇടത്ത് അപകടം ഒഴിവാക്കുന്നു. കൃഷ്ണചന്ദ്രൻ അനന്തു ക്ലിയർ ചെയ്യുന്നു. അപകടം ഒഴിവാക്കുന്നു. 5-ാം നമ്പർ താരം അരവിന്ദ്. കൃഷ്ണചന്ദ്രൻ സന്തോഷ് കോളം. കേരള കൗമുദിയുടെ ക്യാപ്റ്റൻ കോളം സതീഷ്. അനീഷിന്റെ ആ ഷോട്ട് അമൃതയുടെ ഗോളി സുകേഷ് സേവ് ചെയ്യുന്നു. ത്രോയിങ് ആനന്ദു. Abin. Oh. Yes. Penalty. Abinde സുന്ദരമായ നീക്കം. അത് സുകേഷ് സേവ് ചെയ്തു. പക്ഷേ റീബൗണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ അത് ഹാൻഡ്ബോൾ. അനീഷ് ഈ ഫൈനലിലെ 2ാം ഗോൾ നേടാനാകുമോ? യെസ്. ഗോൾ 5ാം ഗോൾ. It's 5-0. അനീഷിന് 2ാം ഗോൾ. Yes, the final whistle. Kerala Kaumudi, the champions. NFL 2023. Kerala Kaumudi, the champions. 5-0. സെമി ഫൈനലിലെ അതേ സ്കോർ നിലയിൽ ഫൈനലിൽ ഈ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായിരുന്ന അമൃതയെ പരാജയപ്പെടുത്തുന്നു. 5-0. എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ഈ സീസണിലെ ജയമാനായി മാറുന്നു കേരള കൗമുദി. 2 ഗോളുകൾ വീതം നേടി ജയകുമാറും അനീഷും. ഈ സീസണിന്റെ തുടക്കം മുതൽ തന്നെ ലീഗ് ഘട്ടത്തിലെ മത്സരം മുതൽ തന്നെ ആധികാരികമായ വിജയങ്ങൾ സ്വന്തമാക്കുകയായിരുന്നു കേരള കൗമുദി. ആ വിജയം വന്നുകൊണ്ടുണ്ട്. അവർ അവരുടെ കിരീട നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം കളത്തിലിറങ്ങുന്നു. പ്രദീപിനെ ഓർമ്മിക്കാതെ ഈ കളമിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. അതിനേറ്റവും പ്രദീപിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ്, സ്നേഹം എന്ന് ഞങ്ങൾ കാണുന്നു. പ്രദീപിനെ ടീം ശ്രീ IM വിജയൻ. പുരസ്കാരം സഹദുള്ള സാർ സമ്മാനിക്കുന്നു. ശ്രീ IM വിജയൻ. വിജയികൾക്കും മികച്ച താരങ്ങൾക്കുമുള്ള പുരസ്കാരങ്ങളാണ്. ആ ട്രോഫികൾ വിതരണം ചെയ്യുന്നതിനായി ശ്രീ IM വിജയനെയും ശ്രീ ജോപോൾ അഞ്ചേരിയെയും ഇവിടേക്ക് ക്ഷണിക്കുന്നു. ശ്രീ IM വിജയൻ ആൻഡ് ജോപോൾ അഞ്ചേരി. Kingshill Trophy MFL 2023 runner Amrita TV. Team Amrita, welcome to receive the trophy from the legends IM Vijayan and Jopol Anjeri. Team Amrita, the runners Kingshill Trophy MFL 2023.
moment. Kerala Kaumudi, the champion. Kerala Kaumudi, the champion. Please come to the stage. ഈ ടൂർണമെന്റിലെ മികച്ച താരങ്ങൾക്കുള്ള പുരസ്കാരം കൈമാറാൻ ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ അനന്തു എം 7 ഗോളുകളുമായി അമൃത ടിവിയിലെ അനന്തു എം ടോപ്പ് സ്കോറർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ യൂസഫ് അലി ടോപ്പ് സ്കോറർക്കുള്ള പുരസ്കാരം കൈമാറുന്നു. And now the time for best goalkeeper. Best goalkeeper. Arayum, best goalkeeper. Yes, Gogul is fun. Goalkeeper of the winning team. With the goal volume for the clean sheet mind. Gogul is fun. The best goalkeeper of the tournament. And now it's the time for the best player. Who is the best player of the tournament? ഈ ആരാകും ഈ ടൂർണമെന്റിന്റെ കളിക്കാരൻ? The player of the tournament. Aravind SD Kerala Kaumudi. Player of the tournament. Aravind SD, jersey number 5, Kerala Kaumudi. വനിതാ ഷൂട്ടൗട്ട് ഇവിടെ നടത്തുന്നു. വനിതാ മാധ്യമ പ്രവർത്തകരുടെ ഷൂട്ടൗട്ട്. അതിലെ വിജയികൾക്കുള്ള പുരസ്കാരം നൽകണം. വനിതാ ഷൂട്ടൗട്ടിലെ 2ാം സ്ഥാനം അമൃത ബി ടി. അമൃത ബി ടി റണ്ണേഴ്സിനുള്ള പുരസ്കാരവും ക്യാഷ് പ്രൈസ്. വനിതാ ടീം അവർക്കുള്ള ക്യാഷ് പ്രൈസ് കൂടി ഏറ്റുവാങ്ങണം. വനിതാ ഷൂട്ടൗട്ടിൽ ചാമ്പ്യന്മാരായത് അമൃതയുടെ തന്നെ എ ടീമാണ്. അമൃത എ ടീം 3 പേർ വീതമുള്ള ടീമായിട്ടായിരുന്നു ഈ വനിതാ ഷൂട്ടൗട്ടിൽ നടന്നത്. നമ്മുടെ വനിതാ മാധ്യമ പ്രവർത്തകരുടെ പങ്കാളിത്തം കൂടി തിരുവനന്തപുരം പ്രസ് ഈ FFL ഭാഗമായി ഉറപ്പാക്കുകയായിരുന്നു. വനിതാ ഷൂട്ടൗട്ട് ട്രോഫിയും ക്യാഷ് പ്രൈസും. വിന്നിംഗ് ടീമിന്റെയും റണ്ണേഴ്സ് ടീമിന്റെയും ക്യാപ്റ്റന്മാർ അവരുടെ ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങുന്നതിനായി ഇവിടെ എത്തണം. ശ്രീ കോവളം സതീഷ്, അത് അമൃത ക്യാപ്റ്റൻ മുസാഫർ, ശ്രീ MI സഹദ് മുസാഫ് ആ ക്യാഷ് പ്രൈസ് 2 പേർക്കും കൈമാറണം. ക്യാപ്റ്റൻ ഓഫ് ദ റണ്ണേഴ്സ് ഓഫ് അമൃത TV AV മുസാഫർ, ക്യാപ്റ്റൻ ഓഫ് ദ റണ്ണേഴ്സ് ഓഫ് വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസ് 20,000 രൂപയാണ്. വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസ്. ശ്രീ കോവളം സതീഷ്. Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If
If only I could go back in time, I'd tell myself that everything will end up alright. Just push yourself, test yourself, figure out what you like, and find your limits, don't be rigid, always work towards a prime. Surround yourself with open minds, people can change your life. A few friends with intent can help you feel alive. Find a passion, take some action, and with a little time, just be patient, make a statement, try to enjoy your life. They'll try to kick you while you're down, they wanna rise up while you drown. They wanna fill your head with doubt, they're silently scared that you'll figure it out. I'll make it look like I'm losing, won't bother hiding my bruises. And when they finally think you're wounded, then it's your chance to be ruthless. I can see that they compare. I think everyone's against me, maybe something in the air. Am I paranoid? I swear a void is forming and they're scared. I walk a straight path, not many can say that. I like to play fast, cross me and there's payback. You better pray that I don't see your face at any place that I go. I know you hate that. I've been doing fine, I'm not wasting any more time. I live for the fight and the climb, and I think that the pain that's deep inside is what defines. So I won't give up, I'm gonna make it to the top. I don't care.